ഹായ് ഫ്രണ്ട്സ്, എങ്ങനെയുള്ളവർ എല്ലാവരും റാഹത്തല്ലേ? നാനും റാഹത്ത്. ഇന്നത്തെ ಒಂದು ರೆಸಿಪಿ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി സാൻഡ്വിച്ച് ആക്കുവാനകത്ത് എടുത്തോണ്ടേ. ഇത് പോലെ കറിച്ച് വെച്ച് പിട്ട് ಹಾಕಿಟ್ಟು ನಾವು ಉಸುಬೆಲ್ಲ ಬಿತ್ತಿಟ್ಟಲ್ಲಿ ಯಾರನ್ನದು പിച്ചിലേക്ക് നോക്കുക. ആ പിട്ടിന് ഇങ്ങനെ ആക്കുക. ಅವರು ಬಲ್ಡೆ ಬಿಟ್ಟು അതിൽ പിന്നെ കോഴി വേപ്പാട്ടിട്ടൊരു 1/4 kg ಹತ್ರ ഉണ്ട്. അതിൽ എടുത്തರೆ മുട്ട, ಕ್ಯಾಪ್ಸಿಕಮ್, ಟೊಮೆಟೊ, ಕಾಯಿ ಮೊಲವು, പിന്നെ കൊത്തമ്പരി സൊപ്പ്, ಬೇಸೊಪ್ಪು, ನೀರುಳ್ಳಿ, ഇഞ്ചി വെളുള്ളി പേസ്റ്റ്, പിന്നെ കാശ്മീരി റെഡ് ചില്ലി, പിന്നെ നല്ല മുളകുപൊടി, മഞ്ഞളുടെ പൊടി, ബിരിയാണി മസാല, പിന്നെ ഗരം മസാല, അതിൽ പിന്നെ ജീരക, കൊത്തമ്പരി, ബടിസൊപ്പര പൊടി, പൊടി ಹಾಕಿ ಅದಿದ್ದು ഇപ്പോൾ ഇതിലുള്ള മസാല ಹಾಕೋಣಂಗ. ಕಡಾಯಿ വെച്ചിട്ട് ഒരു 2 ಸ್ಪೂನ್ ಎತ್ತರ ಎಣ್ಣೆ ಬೀತಿಟ್ಟು ಬೆಚ್ಚರನಾನು ಅದಕ್ಕೆ ನಾನು ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് വലുതായിട്ട് വറുത്തിട്ട് ഗ്യാസൊക്കെ മെല്ലാക്കി വെക്കണം. ഇതിട്ട് നീരുള്ളി, ടൊമാറ്റോ, പിന്നെ ക്യാപ്സിക്കം ഇട്ടിട്ട് മിക്സ് ആക്കുക. ഇതൊക്കെ മിക്സ് ആക്കിയത് ചെന്തകൾ മിക്സ് ആവുന്നത് മിക്സ് ആക്കിയത് ಟೇಸ್ಟ್ ಕೊಟ್ಟೆಲ್ಲ ಉಪ್ಪಿಟ್ಟಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿ ನನಗೆ ಕರಿಬೇವಿನ ಹತ್ತಿರ ಮಸಾಲೆ ಬೇವಟ್ಟು ಈ ಮಸಾಲೆ ಪೌಡರಲ್ಲಿ ಇಟ್ಟು ಎಲ್ಲ ಮಸಾಲೆ ಪೌಡರ್ ಇಟ್ಟು ಬೇರೆ ಮಿಕ್ಸ್ ಹಾಕುತ್ತಿದ್ದು ಎಲ್ಲ ಮಸಾಲೆ ತಂದು ಬೇವಟ್ಟು ತಣ್ಣಿ ಇಟ್ಟಿಟ್ಟು ಮಿಕ್ಸ್ ಹಾಕಿದ್ದೀನಿ ಕೂಡ ಎಲ್ಲ ಮಸಾಲೆ ಬೇವಟ್ಟಿದ್ದೀನಿ. ಈ ಕೋಳಿ ಇಟ್ಟಿಟ್ಟು ತಂದು ಮಿಕ್ಸ್ ಹಾಕುವ. ഇത് മെയ്യാവും. ഗ്യാസ് ഓഫ് ആക്കും. ഇത് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു എടുത്തത് ബാലിലെല്ലാം ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടാണ്. ബാലിൽ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഇന്ന് ബീത്തുവാ. അപ്പോൾ ആദ്യം ബീത്തിട്ടായിരുന്നു പിന്നെ മസാല ഇടുക. ബീത്തിരെ തെല്ലുസಕ್ಕೆ ಬರಟ್ಟಿದ್ದು ತೆಲ್ಲಸಕ್ಕೆ ಬರುമ്പോತ್ತಿಗೂ ಈ ಮಸಾಲೆ ಎಲ್ಲ ಇಡುವ. ತೆಲ್ಲ ಇಟ್ಟು ಬರುವ ಮಸಾಲೆ. ಇದರಲ್ಲಿಟ್ಟಿಟ್ಟು ಇನ್ನು ಚೆಂದ ಇದ್ರ ಮೇಲ್ಗೆ ಬಿಟ್ಟು ಕವರ್ ಹಾಕುವ. ಚೆಂದ ಕವರ್ ಹಾಕಿಟ್ಟಾಯ್ತು ഒരു 20 ನಿಮಿಷ ಚೆಂದ ಇದು ಬೇಪಟ್ಟು ಇನ್ನೆಡ್ತಿಟ್ಟು ಬಾಯಿ ಮುಚ್ಚಿ വെച്ചിട്ട് ഇത് വെന്തൊരു മെയ്യാവും. ഇന്നിത് 20 ನಿಮಿಷ ಬೇಪಾಟಿರೆ മെയ്യാവും. ഇത് ഇന്നത്തെ എടുത്ത് ചപ്പയാവട്ടെ നമുക്ക്. സാൻഡ്വിച്ച് ഇഡ്ഡലി റെഡി ആയിട്ട് നമുക്ക് ചെಂದ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുത്താണ് ಬಾಲ್ಡಲೆ ചെന്തപ്പലെ. ഇന്നിത് കട്ടാക്കുക. നമുക്ക് സാൻഡ്വിച്ച് ഇഡ്ഡലി റെഡി ആയിട്ട് കട്ടാക്കിയിട്ട് വെച്ചിട്ട് മക്കൾക്കെല്ലാം നല്ല സ്പില്ലിംഗ് എല്ലാം ಬಂತು. മുട്ടയുടേതും ചിക്കൻ്റെതും എല്ലാം നല്ല ഫില്ലിങ്ങെല്ലാം നല്ല വന്നിട്ട് നല്ല ടേസ്റ്റും ഇക്കറ് മക്കളെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് കൂടെ തിന്നറാറ്. ചെറിയ കിണ്ണത്തിൽ കൂടെ ഇങ്ങനെ ആക്കുക. ಅವರು ನಾವು എടുത്തൽ വലിയൊരു കേക്ക് ടിന്ന് അങ്ങനത്തെ ಹಾಕಿರೋ. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ആക്കുക. വീഡിയോ ഫാമിലി ഫ്രണ്ട്സുകളൊക്കെ അടുത്ത് അങ്ങോട്ട് നോക്കിയാൽ ലൈക്ക് ആക്കുക. താങ്ക് യു. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.